പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിൽ പഠിച്ച 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ PTA യോഗം ചേരുകയാണ്. വിദ്യാർത്ഥി തൂങ്ങിയാണ് മരിച്ചിരുന്നത്. വിദ്യാർത്ഥികളോടുള്ള സമീപനത്തിൽ സ്കൂൾ മാനേജ്മെന്റ് സമഗ്രമായ മാറ്റം വരുത്തണമെന്നാണ് രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ആവശ്യം. പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ സ്കൂളിന് മാനേജ്മെന്റ് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി അജിത് ബാബു ആണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. അജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാം വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ആ വിദ്യാർത്ഥിനിയുടെ മരണം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂളിന് അവധിയാണ്, പക്ഷേ ശക്തമായ പ്രതിഷേധം ഉണ്ട്. ഇന്നത്തെ യോഗം എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? 3 പേരെ ഇന്നലെ ഈ സമരത്തിൻ്റെ ഭാഗമായി പുറത്താക്കുന്ന സാഹചര്യത്തിലേക്ക് മാനേജ്മെൻറ്റ് എത്തിയിരുന്നു. അതായത് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ തന്നെയായിട്ടുള്ള ജോയ്സ്, അതേപോലെ തന്നെ സ്റ്റെല്ല, ഇത്തരത്തിൽ തങ്കം തുടങ്ങിയ 3 പേരെ പുറത്താക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സ്കൂളിലെ സാഹചര്യങ്ങളാകെ മാറ്റണമെന്നുള്ളതാണ് നിലവിൽ അധ്യാപകരുടെ സമീപനം മാറ്റണമെന്നുള്ളതാണ് രക്ഷകർത്താക്കളുടെ ആവശ്യം. ബിനിൽ, വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാലയങ്ങൾ എങ്ങനെയാവണം, കുട്ടികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ള ചർച്ച നമ്മുടെ കേരളത്തിൽ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അപ്പോഴാണ് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ വിവേചനങ്ങൾ സഹിക്കാൻ കഴിയാത്തത് കുട്ടികളായിരിക്കും. അവരുടെ മനസ്സ് വളരെ ലളിതമായ മനസ്സായിരിക്കും. അവിടെയാണ് ഇത്തരത്തിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് കുറഞ്ഞവരെ ഒരു ഡിവിഷൻ, മാർക്ക് കൂടിയുള്ളവരെ മറ്റൊരു ഡിവിഷൻ എന്നൊക്കെ വേർതിരിക്കുന്നത്. അത് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ അറിയിക്കുന്നുണ്ടെന്നുള്ളതാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ഇന്ന ഡിവിഷനിലേക്ക് മാറ്റുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമെന്നാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് വലിയ തരത്തിലുള്ള മാനസിക ടെൻഷനും പ്രഷറുമൊക്കെയാണ്. മാത്രമല്ല, ചെരുപ്പ് മാറി ധരിച്ചാൽ, ഒരു മഴക്കാലമായതുകൊണ്ടൊരു ഷൂസ് മാറി ധരിച്ചാൽ അതിന് വലിയ തരത്തിലുള്ള ഫൈൻ, അന്ന് മുഴുവൻ ചെരുപ്പിടാതെ നടക്കേണ്ടി വരുമെന്ന് വിദ്യാർത്ഥികൾ തന്നെ നമ്മളോട് ഇന്നലെ പറയുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ ഇന്നലെ അത് ലൈവായി തന്നെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഈ ടാഗ് തിരിഞ്ഞു കിടന്നാൽ പോലും വലിയ തരത്തിലുള്ള അടി ഉൾപ്പെടെ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെന്ന് കൂടി വിദ്യാർത്ഥികൾ പറയുന്നു. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ, ഈ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ അധ്യാപകരെ പേടിയുള്ള ആളുകളാണ്. നമുക്കറിയാം, ഇത്രയധികം പേടികൾ ആ സ്കൂളിൽ ഉണ്ടായിട്ടും ആ കുട്ടികൾ അത് തുറന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരുടെ മനസ്സിൽ വലിയ തരത്തിലുള്ള പേടി തട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. മാത്രമല്ല, ഈ രക്ഷകർത്താക്കളൊക്കെ തന്നെ ഇന്നലെ വലിയ തരത്തിൽ പ്രതിഷേധവുമായ സ്കൂളിലേക്ക് എത്തുകയും വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധമായി എത്തുകയും ഈ കാര്യത്തിലൊരു സമഗ്രമായ മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. അതായത് സ്കൂളിൻ്റെ സമീപനത്തിൽ സമഗ്രമായ മാറ്റം വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതിനനുസരിച്ചാണ് ഇന്ന് PTA യോഗം ചേരുന്നത്. ഈ PTA ഇവിടെ ചേരാറില്ലായിരുന്നു എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. കാരണം നീണ്ട കാലമായി PTA ചേരാറില്ല. ഈ ടീച്ചർമാരുമായി സംസാരിക്കാൻ ഫോറംസ് ഇല്ല. ഈ പ്രിൻസിപ്പലിനെ കാണണമെന്ന് തന്നെ പ്രത്യേകമായി ടോക്കൺ എടുക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായ സാഹചര്യം മാറ്റണം, ഒരു പുതിയ സമീപനം ഉണ്ടാവണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതാണെങ്കിലും വലിയ തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് PTA യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് സ്കൂളിന് നേരത്തെ ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് ഇന്ന് അവധി കൂടി പ്രഖ്യാപിച്ചത്. ഓക്കെ, ശരി. അജിത് ബാബു ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്.